അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നവരോട് പക്ഷം ചേരുന്നത് ഒരിക്കലും ഒരു തിന്മയല്ല. അതൊരു കുറ്റമായിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല. അപ്പൊ അത് കുറ്റമായിട്ട് അല്ലെങ്കിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാരാണ്. ഇവിടെ നിർഭാഗ്യവശാൽ അത് നമ്മുടെ ഭരണാധിപന്മാരുടെ അടുത്ത് നിന്ന് ഇത്തരമൊരു നിരുത്തരവാദിത്വപരമായ പ്രസ്താവന വന്നത് അത്യന്തം ഖേദകരമാണ്. അതിലേറെ പ്രതിഷേധം അർഹിക്കുന്നതാണ്. കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസ് വളരെ പ്രത്യേകമായിട്ട് ഈ ന്യൂനപക്ഷ മന്ത്രിയുടെ നിരുത്തരവാദിത്വപരമായ ആ ഒരു പ്രസ്താവനയെ അതിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി, അതിനെ അപലപിക്കുകയും ഉണ്ടായി. ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ ഇടപെടല് അഭിനയമാർ ജോസഫ് അമ്പളാനി പിതാവ് തന്റെ അഭിമുഖത്തിൽ അത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താണ് ഇവിടെ എതിർക്കപ്പെടേണ്ടത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, വാദിയും പ്രതിയും തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് മൂന്നാമതൊരാളുടെ അടുത്താണ് ന്യായാധിപന്റെ അടുത്ത് ചെല്ലേണ്ടത്. പക്ഷേ വഖഫ് ബോർഡ് തന്നെ ഒരാളുടെ സ്ഥലം അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് പറയുമ്പോഴാണ് ആ ആള് പരാതിയും കൊണ്ട് ചെല്ലേണ്ടത് ഈ വഖഫ് ബോർഡിന്റെ തന്നെ ട്രൈബ്യൂണലിലാണ് എന്ന് പറയുന്നിടത്താണ് മിസ്റ്റേക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദി നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ആരുടെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് ആ ആള് പറയുമ്പോൾ പ്രതി എന്ന് പറയാം. പക്ഷെ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് അവര് പറയും അവർ വാദികളാണെന്ന് പറയും. അപ്പൊ വാദിയും ജഡ്ജിയും ഒന്നാകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യ ലോകത്തിൽ നിരക്കുന്നതല്ല. അവിടെയാണ് നമ്മൾ രാജ്യത്തിന്റെ കോടതികളെ സമീപിക്കുന്നത്. അതിനുള്ള ഒരു അവസരം ഇവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ പോകാമെന്ന് അവർ പറയുന്നുണ്ട്, ശരിയാണ്. സുപ്രീം കോടതിയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് പോകാൻ സാധിക്കുമോ? അതിനുള്ള ചെലവ് എന്തുമാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ നീതിന്യായ കോടതികള് താഴെത്തട്ട് മുതൽ ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പം ആളുകളെ വർഗീയവാദികളാക്കരുത്. മറ്റൊരു വശം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇവരിത് വർഗീയവാദികളാക്കി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നവരെ മാറ്റുന്നത്? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരുടെയാണ്? അത് മുസ്ലിം മതവിഭാഗത്തിന്റെ അല്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ ഉള്ള ഒരു സംവിധാനമാണ്. അത് തീർച്ചയായും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. ഗവൺമെന്റ് ആണ് അതിലെ ആളുകളെ നിശ്ചയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റിന് അതിൻ്റെ അകത്ത് ഇടപെടാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ വഖഫ് ബോർഡിനെ കുറിച്ചും വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ചും കൃത്യമായി പഠിച്ച് അതിന്റെ നിയമവശങ്ങളിൽ അപാകതകൾ ഉണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അത് തിരുത്താൻ വേണ്ടി എല്ലാവരോടും ആലോചിച്ചാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അഭിപ്രായവും കേട്ട് വിവിധ വശങ്ങളെ സമന്വയിപ്പിച്ച് ഈ നാട്ടിന് ഗുണപരമായ രീതിയിൽ കാലഘട്ടത്തിന് ചേർന്ന വിധത്തിൽ അതിനെ പരിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. ഈ പരിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ നഖശികാന്തം എതിർക്കുന്നത് ശരിയാണോ? കാലഹരണപ്പെട്ട നിയമങ്ങള് സർക്കാരുകൾക്ക്, പാർലമെന്റുകൾക്ക് മാറ്റി എഴുതാനുള്ള അവകാശമില്ലേ? അത് ഒരു പൊതു ചർച്ചയിൽ വരുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുതയോട് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു മതം. ഡോക്ടർ ഫിലിപ്പ് കവീൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സഭ പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന്. കാരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറയുന്നത് പോലെ തൽക്കാല ആശ്വാസത്തിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞു പോകുന്ന ന്യായങ്ങളോ അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ശാശ്വതമായൊരു പരിഹാരം ഈ ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റിൽ പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ചേഞ്ച് വരുത്തണം എന്നൊക്കെയുള്ള ആ ഒരു സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായ സ്റ്റാൻഡാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. എന്നും ജനങ്ങൾക്കൊപ്പം, അത് കത്തോലിക്കനെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവനെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ മുൻപത്ത് തന്നെ കത്തോലിക്കർക്ക് പുറമേ ക്രൈസ്തവർക്ക് പുറമേ മറ്റ് ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ഒരു വഖഫ് മേഖലയിൽ താമസിക്കുന്നവർ, അതിൻ്റെ കെടുതി അനുഭവിക്കുന്നവർ. ഇപ്പോൾ കണ്ണൂരേക്ക് വഖഫിൻ്റെ അവകാശവാദം പോയിരിക്കുന്നു, അതോടൊപ്പം തന്നെ മാനന്തവാടിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ സഭ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വർഗീയവാദി അല്ലെങ്കിൽ വർഗീയവാദിയാക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപം അത് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? വർഗീയവാദിയാക്കുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു അബദ്ധ പ്രസ്താവനയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല. സത്യത്തിൽ ആ മന്ത്രി ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്? കത്തോലിക്കർക്കല്ല. സത്യത്തിൽ അദ്ദേഹം പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തന്നെയാണ്. ആ സർക്കാരിൽ അംഗമായിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി
ഇത്തരം അപലപനീയമായ ഒരു പ്രസ്താവന നടത്തുക വഴി ഈ മുനമ്പം സമരത്തെ വേറെ നിശ്ചിത താല്പര്യക്കാരുടെ കൂടെ ചേർന്ന് ഗതി മാറ്റിവിടുവാൻ പരിശ്രമിച്ചു എന്നുള്ളത് സാമാന്യബോധമുള്ള കേരളക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം. എന്നോട് തന്നെ വളരെയധികം മുസ്ലിം സഹോദരങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു, എന്തൊരു മന്ത്രിയാണിത്, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്? ശാന്തിയും സമാധാനവും കളിയാടുന്ന കേരളീയ സമൂഹത്തില് എങ്ങനെ ഒരു മന്ത്രിക്ക് ഇത്രമാത്രം വിഷലിപ്തമായ ഒരു പ്രസ്താവന, വിദ്വേഷജനകമായ ഒരു പ്രസ്താവന, മതങ്ങളെ തമ്മിൽ വിഭജിക്കുവാനുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തുവാൻ സാധിക്കുന്നത്? അത് ഏതായാലും വളരെ മോശമായി പോയി. അല്പമെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് മാപ്പപേക്ഷിക്കേണ്ടായിരുന്നു. ചെയ്യാതിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാന്യത. ഞാനതവിടെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടില് വഖഫ് ബോർഡിന്റെ നിയമം കാരണം പല ആളുകൾക്ക് ബുദ്ധിമുട്ട് ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പില്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തളിപ്പറമ്പില് ഒരു വലിയ ഏരിയ ഇങ്ങനെ വഖഫ് ബോർഡിന്റെ ആണെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്ന് ഒരു ലോക്കൽ പേപ്പറിൽ, മക്തബ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ വരികയുണ്ടായി. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ആ പ്രശ്നബാധിതരായ പ്രദേശത്തിന്റെ ബഹുഭൂരിപക്ഷ ആളുകളും മുസ്ലിം സഹോദരങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ മറ്റു സ്ഥലത്ത് മുനമ്പത്താണെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവരുണ്ട്, മറ്റു മതവിഭാഗക്കാരുണ്ട്. പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു മതത്തിന്റെ ജാതിയുടെ വിഷയമല്ല. ഈ നാട്ടിലെ സാധാരണ പൗരന്മാരാർക്കും ഈ ഒരു ഭീഷണി വന്നേക്കാമെന്നൊരു സ്ഥിതി സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത് ആവശ്യമല്ലേ? നമ്മൾ ഇത് അപ്പാടെ മാറ്റണമെന്നല്ല പറയുന്നത്. ഈ ആക്ടില് കുറവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന ആരാണ്? ഇവിടുത്തെ ജനപ്രതിനിധികളാണ്, ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കളാണ്. അവര് കൂടി ആലോചിച്ച് അതിന്റെ വിവിധ വശങ്ങളെ പഠിച്ച് അതിൻ്റെ അകത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പറയുന്നത് എന്തിനാണ്? അസഹിഷ്ണുത. അത് ഏത് മതത്തിന്റെ കാര്യത്തിലാണ് ശരിയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നിയമിതമായിരിക്കുന്നത്? വഖഫ് ചെയ്ത വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമാണ്. അല്ലാതെ ഈ നാട്ടിലെ മുസ്ലിം മഹല്ലുകളുടെ കാര്യത്തിൽ വഖഫ് ബോർഡിന് ഇടപെടാൻ അനുവാദമില്ല. അതുപോലെ മുസ്ലിം മതത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ ഇടപെടുവാൻ വഖഫ് ബോർഡിന് അധികാരമില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ വഖഫ് ചെയ്ത ആ വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വർഗീയതമാന ഒരിക്കലുമില്ല. ചിലരൊക്കെ പറയുന്നു, ഇപ്പൊ മറ്റു ചിലർ ബോധപൂർവ്വം ഇതിനെ ഗതി മാറ്റിവിടാൻ വേണ്ടി കത്തോലിക്ക സഭയ്ക്കാണ് ഇവിടെ കൂടുതൽ സ്ഥലമുള്ളത് എന്നൊക്കെ പറയുന്ന അബദ്ധജടിലമായ തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഇതൊന്ന് ഈ നാട്ടില് ഈ വില പോകില്ല, ആ പരിപ്പൊന്ന് വാങ്ങി വെച്ചിട്ടാണ്.